ഫ്രണ്ട്സ്, ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അവിടെ ഇതാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. നമുക്കിവിടെ എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട് നമുക്ക് നോക്കാം. ഇതാണ് ഇവിടെ ഇൻപുട്ട് ആർ എഫ് എസ് ആൻഡ് ഔട്ട്പുട്ട് സി എഫ് എസ്. നമ്മളത് പറഞ്ഞിട്ടുള്ളത് സി എഫ് എസ് ബൈ ആർ എഫ് എസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫോർവേഡ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 1 2 3 4 5 ഈ നോഡുകളെ കണക്ട് ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് എന്ത് പറയാം, ഒരു ഫോർവേഡ് പാത്ത് ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ മാറ്റി വരച്ചിട്ടുണ്ട്. ഇതാണ് അവിടെ എല്ലാ നോഡുകളും കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പാത്ത്. അപ്പോൾ അവിടെ ഗെയിൻ വരുന്നത് G1 G2 G3 ആൻഡ് G4 ആണ്. നമുക്ക് അതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് എടുക്കാം. ഫസ്റ്റ് ഫോർവേഡ് പാത്തിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് നമുക്ക് അപ്പോൾ അവിടെ P1 ഈസ് ഈക്വൽ ടു G1 G2 G3 G4 എന്ന് നമുക്കവിടെ കിട്ടും. ഇനി നമുക്കവിടെ അടുത്ത ഫോർവേഡ് പാത്ത് എടുക്കാം. അപ്പോൾ അടുത്ത ഫോർവേഡ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡയറക്ഷൻ നോക്കിയാൽ മതി. ഡയറക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിൽ പോണത് ഈ G6 ആണ്. അപ്പോൾ നമുക്കിവിടെ 1 2 3 ആൻഡ് ത്രൂ G6 നമുക്കവിടെ 5ലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ഫോർവേഡ് പാത്ത് ആയിട്ട് നമുക്കവിടെ എടുക്കാം. അപ്പോൾ അത് മാത്രം നമ്മളിവിടെ മാറ്റി വരച്ചിട്ടുണ്ട്. സെക്കൻഡ് ഫോർവേഡ് പാത്ത് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് 1 2 3 അതുപോലെ ഇവിടുന്ന് ആണ്ട് 5ലേക്ക്. അപ്പോൾ അവിടെ ഗെയിൻ വരുന്നത് G1 G2 ആൻഡ് G6 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അവിടെ എന്ത് വരും, അവിടെ P2 ഇസ് ഈക്വൽ ടു G1 G2 ആൻഡ് G6 നമുക്കവിടെ കിട്ടി. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഫോർവേഡ് പാത്താണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് അവിടെ 2 ആയിരിക്കും. ഇനി നമുക്കവിടെ ഇൻഡിവിജ്വൽ ലൂപ്പുകൾ നോക്കാം. ഇൻഡിവിജ്വൽ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ 2 3 എന്ന് പറഞ്ഞാൽ ആ നോഡിലുണ്ടല്ലോ, അവിടെ ഒരു ലൂപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ലൂപ്പാണ് നമ്മുടെ ഫസ്റ്റ് ലൂപ്പായിട്ട് വരച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ അതിൻ്റെ ഗെയിനുകൾ ഏതൊക്കെ വരുന്നത് G2 ആൻഡ് -H2 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്കവിടെ P11 എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് ഇൻഡിവിജ്വൽ ലൂപ്പിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് P11 എന്ന് പറയുന്നത് -G2H2 നമുക്കവിടെ കിട്ടി. ഇനി നമുക്കവിടെ 2 3 4 കണക്ട് ചെയ്യുന്ന ആ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, 2 3 4 എന്ന് പറയുമ്പോൾ ഇതാണ് ആ ഒരു ലൂപ്പ് വരുന്നത്. അവിടെ G2 G3 ആൻഡ് -H1 ആണ് അവിടെ ഗെയിൻ വരുന്നത് അതിൻ്റെ. നമുക്കവിടെ ഗെയിൻ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ P21 എന്ന് പറയുന്നത് -G2 G3 H1 നമുക്കവിടെ കിട്ടി. ഇനി നമുക്കവിടെ 2 3 ആൻഡ് 5 കണക്ട് ചെയ്യുന്ന ആ ഒരു നോഡ്, അപ്പോൾ ഇതാണ് 2 3 ആൻഡ് 5 വരുന്ന ആ ഒരു ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെയാണ് വരുന്നത്. ഇവിടെ 2 3 5. അപ്പോൾ ആ ലൂപ്പിൻ്റെ ഗെയിൻ വരുന്നത് G2 G6 ആൻഡ് -H3 ആണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ തേർഡ് ഇൻഡിവിജ്വൽ ലൂപ്പ് P31 എന്ന് പറയുന്നത് എന്ത് വരും, -G2 G6 H3 എന്നവിടെ വരും. ഇനി അടുത്ത ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 3 4 5 ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ആ ഒരു വലിയ ലൂപ്പാണ്. അപ്പോൾ അതിവിടെ നമ്മൾ മാറ്റി വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗെയിൻ വരുന്നത് G2 G3 ആൻഡ് G4 -H3 ആണ് അവിടെ വരുന്നത്. നമ്മൾ അവിടെ അതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് നമ്മൾ എടുക്കുക. അപ്പോൾ അവിടെ P41 എന്ന് പറയുന്നത് എന്ത് വരും, -G2 G3 G4 H3 എന്ന് നമുക്ക് അവിടെ കിട്ടി. ഇനി നമുക്കൊരു സെൽഫ് ലൂപ്പ് ഉണ്ട്. അപ്പോൾ ആ ഫോർത്ത് നോട്ടിലാണ് ആ സെൽഫ് ലൂപ്പ് വരുന്നത്. അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് G5 ആണ്. സോ അവിടെ P51 എന്ന് പറയുന്നത് നമുക്കവിടെ G5 എന്നവിടെ കൊടുക്കാം. ഇനി നമുക്കവിടെ 2 നോൺ ടച്ചിങ് ലൂപ്പിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് എടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഏതൊക്കെയാണ് നോൺ ടച്ചിങ് ആയിട്ടുള്ള ലൂപ്പ് നമുക്ക് അവിടെ നോക്കാം. അപ്പോൾ ഈ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, 2 3 വരുന്ന ആ ലൂപ്പും അതേപോലെ ഈ സെൽഫ് ലൂപ്പും അത് ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് നമുക്ക് എടുക്കാം. അപ്പോൾ ആ ലൂപ്പ് നമ്മൾ മാറ്റി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവിടെ ലൂപ്പ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ആ ലൂപ്പിൻ്റെ വരുന്നത് G2 ആൻഡ് -H2 ആണ് അവിടെ ഗെയിൻ വരുന്നത്. ആൻഡ് സെൽഫ് ലൂപ്പിൻ്റെ ഗെയിൻ G5. അപ്പോൾ നമുക്കവിടെ ഗെയിൻ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് അവിടെ നെഗറ്റീവ് ആണ് വരാം. അവിടെ P12 എന്ന് പറയുന്നത് -G2 G5 H2 നമുക്കവിടെ കിട്ടി. ഇനി നമുക്കവിടെ ഈ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, ഇവിടുന്ന് 2 3 വന്നിട്ട് G6 ആൻഡ് -H3. അപ്പോൾ ആ ഒരു ലൂപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താണ് ഈ സെൽഫ് ലൂപ്പായിട്ട് നോൺ ടച്ചിങ് ആണ്. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് അവിടെ P22 എന്ന് പറയുന്നത് എന്ത് വരും, -G2 G6 G5 H3 നമ്മൾ എല്ലാത്തിൻ്റെയും ഗെയിൻ പ്രൊഡക്റ്റ് നമ്മളവിടെ എടുത്തു. നമ്മളവിടെ ഇൻഡിവിജ്വൽ ലൂപ്പുകളുടെ ഗെയിൻ പ്രൊഡക്റ്റും അതുപോലെ നോൺ ടച്ചിങ് ലൂപ്പുകളുടെ ഗെയിൻ പ്രൊഡക്റ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ നമുക്കത് ഡെൽറ്റയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് 1 - P11 + P21 + P31 + P41 + P51 + P12 + P22. ഇതെല്ലാം ഇൻഡിവിജ്വൽ
ആ ലൂപ്പുകളുടെ ഗെയിൻ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് P12 P51 നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് P12 ആൻഡ് P22 അതെല്ലാം രണ്ട് നോൺ ടച്ചിങ് ലൂപ്പുകളുടെ ഗെയിൻ പ്രൊഡക്റ്റുകൾ ആണ്. അവിടെ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 1 മൈനസ് ഓഫ് ഈ ഗെയിൻ പ്രൊഡക്ട്സ് ആണ് നമ്മളോട് എഴുതിയിട്ടുള്ളത്. മൈനസ് G2H2 മൈനസ് G5 G2 G3 H1 മൈനസ് G2 G6 H3 മൈനസ് G2 G3 G4 H3 പ്ലസ് G5. ഇത്രയും നമുക്കവിടെ ഇൻഡിവിജ്വൽ ലൂപ്പുകളുടെ ഗെയിൻ പ്രൊഡക്റ്റുകളുടെ സമ്മാണ്. ഇനി അതിനുശേഷം നമുക്കവിടെ രണ്ട് നോൺ ടച്ചിങ് ലൂപ്പുകൾ ഇത് രണ്ടുമാണ് P12 ആൻഡ് P22 ആണ്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് G2 G5 H2 മൈനസ് G2 G5 G6 H3 നമുക്കവിടെ കിട്ടി. ഇത്രയുമാണ് നമുക്കവിടെ ഡെൽറ്റയുടെ ഇക്വേഷനിൽ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കവിടെ എന്ത് വരും? 1 പ്ലസ് G2H2 പ്ലസ് G2 G3 H1 പ്ലസ് G2 G6 H3 പ്ലസ് G2 G3 G4 H3 മൈനസ് G5 മൈനസ് G2 G5 H2 മൈനസ് G2 G5 G6 H3 നമുക്കവിടെ വന്നു. ഇതാണ് നമുക്ക് ഡെൽറ്റ കിട്ടിയത്. നമുക്ക് കെയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡെൽറ്റ 1 ആൻഡ് ഡെൽറ്റ 2 നമ്മളവിടെ കണ്ടുപിടിക്കണം മെയ്സൺസ് ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡെൽറ്റ 1 ഫസ്റ്റ് ഫോർവേഡ് പാത്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് പാത്താണ്. അപ്പോൾ അതിൽ ടച്ച് ചെയ്യാത്ത ലൂപ്പ് നമുക്ക് അവിടെ ഉണ്ടോ നോക്കാം. അപ്പോൾ ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നോക്കുമ്പോൾ അവിടെ ഫസ്റ്റ് ആ ഫോർവേഡ് പാത്തിൽ ടച്ച് ചെയ്യാത്ത ഒരു ലൂപ്പ് പോലും ഇല്ല. അപ്പോൾ അതുണ്ടായിരുന്നെങ്കിൽ 1 മൈനസ് അതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് എടുക്കാമായിരുന്നു. ഇവിടെ നമുക്കത് ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് അവിടെ 1 മൈനസ് 0 എന്ന് പറയുന്നത് ഡെൽറ്റ 1 എന്ന് പറയുന്നത് 1 വരും. ഇനി നമ്മളവിടെ അടുത്ത ഫോർവേഡ് പാത്ത് നോക്കാം. അപ്പോൾ അടുത്ത ഫോർവേഡ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു രണ്ടാമത്തെ ഫോർവേഡ് പാത്ത്. അപ്പോൾ അതിൽ ടച്ച് ചെയ്യാത്ത ഒരു ലൂപ്പ് നമുക്ക് ഇവിടെ എന്താണ്? ഇവിടെ ഒരു സെൽഫ് ലൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗെയിൻ വരുന്നത് G5 ആണ്. അപ്പോൾ അതൊരു ലൂപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് വരും? അവിടെ ഡെൽറ്റ 2 എന്ന് പറയുന്നത് 1 മൈനസ് ആ ലൂപ്പിൻ്റെ ഗെയിൻ പ്രൊഡക്റ്റ് ആണ് നമുക്ക് അവിടെ വരേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് എന്താ വരുന്നത്? ആ ഗെയിൻ എന്ന് പറയുന്നത് G5 ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ 1 മൈനസ് G5 നമ്മളവിടെ കൊടുത്തു. അപ്പോൾ ഇതാണ് ഡെൽറ്റ 2 എന്ന് പറയുന്നത് 1 മൈനസ് G5. ഇനി നമുക്കവിടെ മെയ്സൺസ് ഗെയിൻ ഫോർമുല. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു 1/k സിഗ്മ k pk ഡെൽറ്റ k ആണ് വരുന്നത്. ഇവിടെ നമുക്ക് രണ്ട് ഫോർവേഡ് പാത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കെയുടെ വാല്യൂ 2 ആണ്. സോ നമ്മളവിടെ P1 ഡെൽറ്റ 1 പ്ലസ് P2 ഡെൽറ്റ 2 ബൈ ഡെൽറ്റ നമ്മുടെ വരാം. അപ്പോൾ കേക്ക് നമ്മളവിടെ 1 ആൻഡ് 2 ഇട്ട് എടുക്കുന്നതാണ് നമ്മൾ സമ്മേഷൻ ആണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫോർമുല വരുന്നത്. P1 ഡെൽറ്റ 1 പ്ലസ് P2 ഡെൽറ്റ 2 ബൈ ഡെൽറ്റ. അപ്പോൾ P1 അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു G1 G2 G3 G4. ഡെൽറ്റ 1 1 ആണ് വരുന്നത്. P2 എന്ന് പറയുന്നത് G1 G2 G6 ആൻഡ് ഡെൽറ്റ 2 എന്ന് പറയുന്നത് 1 മൈനസ് G5. അപ്പോൾ നമ്മൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ G1 G2 G3 G4 ഡെൽറ്റ 1 ആയതുകൊണ്ട് പിന്നെ നമുക്ക് അവിടെ 1 ഇൻറ്റു 1 ചെയ്യുമ്പോൾ അത് സെയിം തന്നെയാണ് വരിക. അപ്പോൾ അങ്ങനെ G1 G2 G3 G4 പ്ലസ് ഇവിടെ നമുക്ക് P2 എന്ന് പറയുന്നത് G1 G2 G6 ഇൻറ്റു 1 മൈനസ് G5 ഡിവൈഡഡ് ബൈ നമുക്ക് ഡെൽറ്റയാണ് നമുക്ക് ഇവിടെ എഴുതിയിട്ടുള്ളത് 1 പ്ലസ് G2 G3 H1 പ്ലസ് G2 H2 പ്ലസ് G2 G3 G4 H3 മൈനസ് G5 പ്ലസ് G2 G6 H3 മൈനസ് G2 G5 H2 മൈനസ് G2 G5 G6 H3. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക.